ആയവന കാവക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ മാത്യു കുഴൽനാടൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ബൂത്ത് നമ്പർ 85-86 ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജീമോൻ പോളിൻ്റെ അധ്യക്ഷതയിൽ നിർവഹിച്ചു. 9ാം വാർഡ് മെമ്പർ തോംസൺ പിച്ചാപ്പള്ളിൽ, 8ാം വാർഡ് മെമ്പർ ശ്രീ ഷിവാഗോ തോമസ്, ജെയിംസ് ആത്രശ്ശേരി എന്നിവർ ആശംസകൾ നേർന്നു. ശ്രീ റോബിൻ പിച്ചാപ്പള്ളിൽ നന്ദിയും പറഞ്ഞു. റോണി, ജെയിംസ് ആത്രശ്ശേരി, 8ാം വാർഡ് മെമ്പർ ഷിവാഗോ തോമസ്, മറ്റ് നമ്മളുടെ പ്രവർത്തകരെ ഇപ്പോൾ ഈ സമയത്ത് വന്ന് നമ്മുടെ ഈ 8ാം വാർഡിൻ്റെയും 9ാം വാർഡിൻ്റെയുമായ ബൂത്ത് ഓഫീസ്, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഇന്നിപ്പോൾ നടത്തി. ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. പറഞ്ഞ പോലെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന പ്രസിഡന്റിനും എല്ലാ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ശക്തിയുക്തം മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ഈ നിമിഷം മുതൽ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു ഇഞ്ച് പോലും വിടവില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പള്ളിയിൽ വന്നു. അത് നല്ലൊരു പ്ലസ് പോയിന്റായി. എല്ലാ ആളുകളെയും കണ്ട് കൈ കൊടുത്ത് അദ്ദേഹം കടന്നുപോയി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മുടെ പ്രവർത്തനമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നോക്കി. പ്രിയപ്പെട്ട നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ റോണി, നമ്മുടെ 9ാം വാർഡ് മെമ്പർ ഷൈബി, പ്രിയപ്പെട്ട യുവാവോ, ചേട്ടനടക്കം ജെയിംസടക്കം സഹപ്രവർത്തകരെ, നമുക്കറിയാം 85-86 ബൂത്തുകളുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഓഫീസാണ്. ഐക്യജനാധിപത്യ മുന്നണി വളരെ ശക്തമായ ഒരു പോരാട്ടത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ വളരെ വാശിയോടുകൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു തെരഞ്ഞെടുപ്പാണ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം. കാരണം നമുക്കറിയാം, പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നീ ആരടാ എന്ന് ചോദിച്ച ഏതാ MLA-മാരിൽ ഒരു MLA ആണ് നമ്മുടെ MLA. അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം ഈ നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുമുള്ള കുപ്രചരണങ്ങൾ ഇറക്കിവിടുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മളിവിടെ കൂടിയാലോചിച്ച് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ 9ാം തീയതി വരെ നമുക്കറിയാം ഒത്തിരിയധികം തിരക്കുകൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യൂത്തന്മാരായ പിള്ളേർക്ക് അവരുടെ ജോലിയും അവരുടെ പഠനവും അടക്കം ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു 2-3 മണിക്കൂർ സമയം നമ്മുടെ മുന്നണിക്കും നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ പ്രിയപ്പെട്ട ഞാൻ എൻ്റെ കൊച്ചൻ എന്നും നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ എന്നും പറയുന്ന മാത്യു കുഴൽനാടിന് വേണ്ടിയിട്ട് നമുക്ക് സമയം മാറ്റിവെച്ച് നമുക്ക് ഫുൾ ടൈം ഒന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഉച്ച സമയം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് കാലത്തെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും 2-3 മണിക്കൂർ അദ്ദേഹം നീക്കിവെച്ച് നമ്മുടെ മുന്നണിക്ക് വേണ്ടി നീക്കിവെച്ച് അദ്ദേഹത്തിന് ജീവിതത്തിനായി ഒന്ന് കൈകോർത്ത് ഒന്നിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ഈ ഇലക്ഷനിൽ ഉണ്ടാകണം എന്ന് മാത്രം യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ റോണി, ഈ ഓഫീസ് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റുമായ ശ്രീമോൻ ജീമോൻ ചേട്ടൻ, എൻ്റെ സഹപ്രവർത്തകനും തൊട്ടടുത്ത വാർഡിലെ മെമ്പറുമായ ഷൈബി ചേട്ടൻ, പ്രിയപ്പെട്ട സുബിൻ, ജെയിംസ് ചേട്ടൻ, ജോഷുവൻ ചേട്ടൻ, മറ്റ് പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, മറ്റു കാര്യങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ കാവക്കാട് വളരെ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഓഫീസ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരും ഈ ബൂത്തിൻ്റെ ഓരോരുത്തരും ക്ഷീണം പ്രവർത്തിച്ച് ഇതിനുവേണ്ടി നല്ല രീതിയിൽ അലങ്കാരങ്ങളെല്ലാം നടത്തി ഇത്രയും മനോഹരമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആത്രശ്ശേരി ജെയിംസ് ചേട്ടനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം. വരുന്ന ദിവസങ്ങൾ വളരെ പരിമിതമായ ദിവസങ്ങളേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ കേരളത്തിൽ
UDF അധികാരത്തിൽ വരേണ്ട ആവശ്യകതകളെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുൻപിലുണ്ട്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ആ സമയത്ത് പറ്റുന്ന സമയങ്ങളിലെല്ലാം അതിനുവേണ്ടി സമയം നീക്കിവെക്കാൻ നമ്മുടെ ഈ മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയം ശ്രീ മാത്യു കുഴൽനാടൻ അവർക്ക് ഉണ്ടാവാൻ, അതുവഴി ഈ നിയമസഭയിൽ UDFന് അധികാരം കിട്ടുവാൻ നമ്മുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മള് 2-3 ദിവസമായിട്ട് ആലോചിച്ചിട്ടുള്ള സംഭവമാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാമെന്നുള്ളത്. വന്ന് ഇന്നിപ്പോ നമുക്ക് എന്താണ് ഞായറാഴ്ച കിട്ടിയ MLA വരുമെന്ന് ഓർത്താണ് ഇരുന്നത്. പക്ഷെ പുള്ളി തിരക്കായതുകൊണ്ട് പൈകൊണ്ടൊക്കെ കൊണ്ട് അത്യാവശ്യമുള്ള പരിപാടികളെല്ലാം മുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പുള്ളി വരാതിരുന്നത്. അപ്പൊ ഈ ഓഫീസ് ഉദ്ഘാടനം നടത്തി നമ്മുടെ ജീവചേട്ടന് ആദ്യമേ നന്ദി പറഞ്ഞു. ബാക്കി ഇവിടെ നിന്ന് സഹകരിച്ച എല്ലാവർക്കും മറ്റുമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.